ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത് പ്രൊട്ടക്ഷനാണ്. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും സംയുക്തമായി പറഞ്ഞൊരു വചനമുണ്ട്, ഒരു അസറുണ്ട്, സംയുക്ത രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: ലഖദ് കാന ഫിൽ അർളി അമാനാനി. ഈ ലോകത്ത് രണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ലോകത്ത് രണ്ട് തരം പ്രൊട്ടക്ഷൻ ഉണ്ട്. മിൻ അദാബില്ലാ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ വരാതിരിക്കാൻ രണ്ട് തരം പ്രൊട്ടക്ഷൻ, സംരക്ഷണ കവചം അള്ളാഹ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് റഫഅൽ അവ്വൽ, ഒന്ന് പോയി വബഖിയ സാനി, മറ്റൊന്ന് ഇവിടെ ബാക്കിയുണ്ട്. ഫഅമ്മൽ അവ്വൽ, ഒന്നാമത്തത് വകാന വുജൂദു റസൂലുള്ളാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ബൈനന്നാസ്, ജനങ്ങളുടെ കൂടെ. നബി ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതേതാണ് ആ പ്രൊട്ടക്ഷൻ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, സൂറത്തു അൻഫാലിലെ 31-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബിയെ, താങ്കൾ ഇവിടെ ജീവിക്കുമ്പോൾ ജനങ്ങളെ അല്ലാഹ് ശിക്ഷിക്കൂല, വലിയ വലിയ ദുരന്തങ്ങളൊന്നും തരൂല, വലിയ പ്രൊട്ടക്ഷനാണ് താങ്കൾക്ക്. അടുത്ത വചനം വഅമ്മസാനി, രണ്ടാമത്തെ ഈ ലോകത്തെ പ്രൊട്ടക്ഷൻ ഫഹുവൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണ്. അതിന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ആയത്തിന്റെ ബാക്കി വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ, ഒരു വിഭാഗം പശ്ചാത്താപം വർദ്ധിപ്പിക്കാൻ തയ്യാറുണ്ടോ അവരെ അള്ളാഹ് പിടികൂടൂല. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിനോട് പറയുമ്പോൾ റബ്ബ് നമ്മോട് പറയാ, നിങ്ങൾക്ക് വല്ലാത്തൊരു സംരക്ഷണം ഈ ലോകത്ത് നൽകും. ഈ പ്രൊട്ടക്ഷനാണ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുന്നത്.